ഇന്നത്തെ വീഡിയോയിൽ കുറേ നിർണായകമായിട്ടുള്ള ഡെവലപ്മെൻറ്റ്സ് ആണ്. പ്രത്യേകിച്ച് ഇന്ത്യക്കുള്ളിലുള്ള കുറച്ച് വാർത്തകളാണ്. ആൻഡമാൻ നിക്കോബാറിൽ ഇന്ത്യ സിവിൽ പർപ്പസിനും അതേപോലെ ആർമിയുടെ ഡിഫൻസ് പർപ്പസിനും വേണ്ടിയിട്ടുള്ള എയർ ബേസ്, ഒരു മിലിറ്ററി ബേസ് അവിടെ വികസിപ്പിക്കുകയാണ്. കുറേ നാളുകൊണ്ടേ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഡിസ്കഷൻസ് നടക്കുന്നെങ്കിലും ഇപ്പം അതിൻ്റെ വർക്ക് തകൃതിയായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ആ ഏരിയയിൽ ഒരു ഡോമിനേഷൻ വേണം, പ്രത്യേകിച്ച് ഒരു ഇമ്മീഡിയറ്റ് സെക്യൂരിറ്റി സർവൈലൻസ്. അത് തന്നെയാണ് ലക്ഷ്യമിടുന്നത്. സിവിലിയൻസിൻ്റെ ഉപയോഗത്തിനും ആർമിയുടെ ഉപയോഗത്തിനും എന്നുള്ള രീതിയിൽ നമ്മളത് തുടങ്ങുന്നെങ്കിലും അവിടെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 80% ഇന്ത്യയിലേക്ക് വരുന്ന എണ്ണ, ക്രൂഡ് ഓയിൽ അതിലെയാണ് വരുന്നത്. 80% ഇന്ത്യയിലേക്ക് വരുന്ന ക്രൂഡ് ഓയിൽ, അതേപോലെ 25 മുതൽ 30% ഗ്ലോബൽ ക്രൂഡ് ഓയിൽ ട്രാൻസ്ഷിപ്മെൻറ്റ് അതിലെയാണ് നടക്കുന്നത്. മലാക്ക സ്ട്രേറ്റിൻ്റെ തൊട്ടടുത്ത് തന്നെ സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇതിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അപ്പോൾ എന്തായാലും നമ്മളിത് കുറേ നാളുകൊണ്ടേ ഈ ഒരു പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നെങ്കിലും പലതരത്തിലുള്ള പ്രഷർ ഉണ്ടായിരുന്നു. ആ പ്രഷറെല്ലാം മറികടന്നുകൊണ്ട് അതിനെയെല്ലാം നമ്മൾ മാറ്റി നിർത്തിക്കൊണ്ട് ഇന്ത്യ ശക്തമായി തന്നെ ആ ഒരു പ്രോജക്റ്റിലേക്ക് മുന്നോട്ട് ഇറങ്ങിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും ചൈനയ്ക്ക് ഒരു വെല്ലുവിളി ആയിരിക്കും ഇത്. കാരണം സൗത്ത് ചൈന സീയിൽ ചൈനയ്ക്ക് ഇതേപോലെ എയർ ബേസുകളുണ്ട് സൗത്ത് ചൈന സീയിൽ. പക്ഷേ നമ്മൾ കൂടുതലായിട്ട് സൗത്ത് ചൈന സീയിൽ നമുക്ക് വലിയ ഡിപ്പെൻഡൻസി ഇല്ല. ആ ഒരു ഏരിയ നമ്മൾ ശരിക്കും ചെന്നൈ വ്ളാഡിവോസ്റ്റോക്ക് എന്ന് പറഞ്ഞ ആ ഒരു റൂട്ടിനെ മാത്രം ബേസ് ചെയ്തിട്ടാണ് നമ്മൾ സൗത്ത് ചൈന സീയെ കുറിച്ച് ഫോക്കസ് പോയിന്റിൽ നിർത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ചെന്നൈ വ്ളാഡിവോസ്റ്റോക്കിൻ്റെ ആ ഒരു ഷിപ്പിംഗ് റൂട്ട് അതിനെ മോണിറ്റർ ചെയ്യാനും നമുക്ക് ഈ ആൻഡമാൻ നിക്കോബാർ എന്ന് പറഞ്ഞ ആ ഒരു പുതിയ എയർ ബേസിൽ നിന്നും അഥവാ ഒരു മിലിറ്ററി ബേസിൽ നിന്നും സാധിക്കുമെന്നുള്ളത് കൂടിയാണ് ഇതിൻ്റെ ഒരു പോസിറ്റീവ് പോയിന്റ്. അതായത് ചൈന ഇന്ത്യയെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എവിടെയൊക്കെ കെണിയൊരുക്കുന്നുണ്ടോ അതിനെല്ലാം ഒരു മറുപണി ഇന്ത്യ പല മേഖലകളിലായിട്ട് ഒരുക്കും. അത് ഒരുക്കിക്കൊണ്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അതിൻ്റെ ഒരു സ്ട്രാറ്റജിയുടെ ഭാഗം കൂടിയാണ് ഈ ആൻഡമാൻ നിക്കോബാർ ഐലൻഡിൽ നമ്മൾ പുതിയതായിട്ട് നിർമ്മിക്കുന്ന ഈ ഒരു മിലിറ്ററി എയർബേസ്. ഇന്ത്യയുടെ കമേഴ്ഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റ് ആപ്പിൾ കമ്പനിയുമായിട്ട് വളരെ നിർണായകമായിട്ടുള്ള ഒരു ചർച്ച നടത്തിയിട്ടുണ്ട്. ഈ ചർച്ച എന്തിനാണെന്ന് പറഞ്ഞാൽ ആപ്പിളിൻ്റെ ചിപ്പുകൾ, സെമി കണ്ടക്ടർ ചിപ്പുകൾ ഇന്ത്യക്കുള്ളിൽ നിർമ്മിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് സെക്കൻഡ് റൗണ്ട് ചർച്ചയാണ് നടന്നത്. ചർച്ച വിജയകരമാണെന്നാണ് പൊതുവിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. അങ്ങനെയാണ് വാർത്തകൾ വരുന്നതും. അതായത് ആപ്പിളിൻ്റെ ചിപ്പ് ഇന്ത്യക്കുള്ളിൽ വന്നു കഴിഞ്ഞാൽ അത് ഇന്ത്യയുടെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നിർമ്മിക്കാൻ സാധിച്ചാൽ ശരിക്കും ഇന്ത്യക്ക് സെമി കണ്ടക്ടർ മേഖലയിൽ അതൊരു ബൂസ്റ്റായി മാറും എന്നാണ് പൊതുവിലുള്ള അഭിപ്രായം. അപ്പോൾ എന്തായാലും ആപ്പിൾ ഇതിനോട് പോസിറ്റീവായിട്ട് തന്നെയാണ് പ്രതികരിച്ചിരിക്കുന്നത്. കാരണം ആപ്പിൾ എന്ന് പറഞ്ഞ ആ ഒരു കമ്പനിക്ക് തീർച്ചയായിട്ടും അമേരിക്കയുടെ ഉള്ളിൽ പോയിട്ട് മാനുഫാക്ചറിങ് യൂണിറ്റ് സ്ഥാപിച്ച് അവിടെ ഒരു ലോക്കൽ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യമില്ല. അതുകൊണ്ടാണ് ട്രംപിന് വേണ്ട ഫണ്ട് എത്രയാണോ അത് അമേരിക്കയുടെ ഉള്ളിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് മാതൃകയിൽ ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തോളാം എന്നുള്ളൊരു നീക്കുപോക്ക്, ഒരു അഡ്ജസ്റ്റ്മെന്റ് അമേരിക്കയുമായിട്ട് നടത്തിയിട്ട് ആപ്പിൾ കമ്പനി അവരുടെ നിർമ്മാണ യൂണിറ്റുകൾ അമേരിക്കയ്ക്ക് പുറത്തു വരെ നിലനിർത്താൻ അവർ ശ്രമിച്ചത്. അതിൻ്റെ ഭാഗമായിട്ടാണ് തീർച്ചയായിട്ടും ചൈനയിൽ നിന്ന് മാറിക്കൊണ്ട് ഇന്ത്യക്കുള്ളിലേക്ക് കംപ്ലീറ്റ് ആപ്പിളിൻ്റെ എൻറ്റയർ പ്രൊഡക്ഷൻ ഇന്ത്യക്കുള്ളിൽ കൊണ്ടുവരാനാണ് ആപ്പിൾ ശ്രമിക്കുന്നത്. അത് കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ഇനി ഒരു 30 വർഷത്തേക്ക് ഇന്ത്യ തന്നെയായിരിക്കും മാർക്കറ്റ്. അതേപോലെ ഏറ്റവും കൂടുതൽ യുവാക്കളെ ജോലിക്ക് കിട്ടുക, കുറഞ്ഞ ശമ്പളത്തിൽ ജോലി ചെയ്യാൻ പണിക്കാരെ കിട്ടുന്നത് ഇന്ത്യക്കുള്ളിലാണ്. അതാണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ എന്തായാലും പോസിറ്റീവായിട്ട് തന്നെയാണ് ആപ്പിളിൻ്റെ കമ്പനി റെസ്പോണ്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡെവലപ്മെൻറ്റ്സ് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് ഒന്ന് ഒബ്സർവ് ചെയ്യാം. അടുത്ത വാർത്ത എന്ന് പറഞ്ഞാൽ ദിഗന്ത്രാസ് ഓർബിറ്റൽ എക്സ്പാൻഷൻ. ഇതെന്താണെന്ന് പറഞ്ഞാൽ ഹൈ സ്പീഡിൽ സ്പേസിൽ ട്രാവൽ ചെയ്യുന്ന ഒബ്ജക്റ്റുകളെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സാറ്റലൈറ്റ് നിർമ്മിക്കുക എന്നുള്ളതാണ്. ഇതൊരു പ്രൈവറ്റ് കമ്പനിയാണ് ഈ പ്രോജക്റ്റ് ഏറ്റെടുത്തിരിക്കുന്നത്. അവർ ഏകദേശം അതിൻ്റെ പ്രോട്ടോടൈപ്പ് പൂർണ്ണതയിൽ എത്തിയിട്ടുണ്ട്. പ്രൈവറ്റ് കമ്പനിയാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. തീർച്ചയായിട്ടും ISROയുടെ ഒരു നിരീക്ഷണം ഇതിൻ്റെ ഉള്ളിൽ ഉണ്ട്, ഇല്ലാന്നില്ല. അവരുടെ സപ്പോർട്ടോടുകൂടി തന്നെയാണ് ഇവർ പ്രവർത്തിക്കുന്നത്. ISROയുടെ സപ്പോർട്ടില്ലാതെ ഇന്ത്യക്കുള്ളിൽ ഒരു പ്രൈവറ്റ് സ്പേസ് കമ്പനിയും പ്രവർത്തിക്കാനാകില്ല. അപ്പോൾ അങ്ങനെ ഈ സാറ്റലൈറ്റ് നമ്മൾ ഓർബിറ്റിൽ എത്തിക്കുന്നതോടുകൂടി 2 ഗുണങ്ങളാണ്. ഒന്ന്, ഏറ്റവും കൂടുതൽ വേഗതയിൽ സഞ്ചരിക്കുന്ന സ്പേസിൽ വേസ്റ്റ് ആയിട്ട് കിടക്കുന്ന ഇതേപോലെ സാറ്റലൈറ്റ് വേസ്റ്റുകൾ, ഇങ്ങനെ പല വേസ്റ്റുകളുണ്ട്. അപ്പം അതിനെ മോണിറ്റർ ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ മിസൈലുകളെയും കൂടി ഡിറ്റക്ട് ചെയ്യാൻ കഴിയും എന്നാണ് ഇതുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇത് ശരിക്കും ഒരു 2-in-1 പ്രോജക്റ്റ് ആണ്. അപ്പോൾ ഈ സ്പേസ് വേസ്റ്റുകൾ അതിവേഗതയിൽ വന്നിട്ട് നമ്മളുടെ സാറ്റലൈറ്റുകൾ, ആക്റ്റീവ് മോഡിലിരിക്കുന്ന സാറ്റലൈറ്റുകളുമായിട്ട് ഒരു കൊലീഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ സാറ്റലൈറ്റുകൾ ഡാമേജ് ആവും. അതായത് ആക്റ്റീവായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സാറ്റലൈറ്റുകൾ ഡാമേജ് ആവും. അപ്പോൾ അങ്ങനത്തെ ആ ഇൻസിഡൻറ്റുകൾ ഒഴിവാക്കാനും ഈ സാറ്റലൈറ്റ് ഉപകരിക്കും. അപ്പം ഇതൊരു ബാംഗ്ലൂർ ബേസ്ഡ് കമ്പനിയാണ്.
ഇതിൻ്റെ റിസർച്ച് അനാലിസിസ് വർക്കുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തത് 2018-19 കാലഘട്ടങ്ങളിലാണ്. പിന്നെ ഈ ഒരു പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇവർ ഇതിനകത്ത് പണി ചെയ്ത് തുടങ്ങിയത് ഏതാണ്ട് 2020-ലാണ്. അപ്പോൾ അതവർ 2025 ഇപ്പോൾ അവർ ഒരു പ്രോഡക്റ്റ് അവർ കൃത്യമായിട്ട് R&D വർക്ക് ചെയ്ത് അവരിപ്പോൾ സബ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രോട്ടോടൈപ്പ് റെഡിയാണ്. ഇപ്പോൾ ഇത് ഓൾമോസ്റ്റ് ഒരു സക്സസ് പ്രോജക്റ്റ് ആയിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. ഇനിയിപ്പോൾ ഇത് എന്നാണ് എപ്പോഴാണ് ISRO ഇത് സ്പേസിലേക്ക് വിക്ഷേപിക്കുക എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ നമുക്ക് നോക്കിയിരിക്കാനുള്ളത്. ശ്രീനഗറിൽ ഇന്നലെ ഒരു ഭീഷണി എന്ന് പറഞ്ഞാൽ ഇന്റലിജൻസിന് കിട്ടിയ മെസ്സേജ് ഒരു ഫോർഡ് എക്കോസ്പോർട്ട് കാറിൽ വെടിമരുന്നുകൾ പോലത്തെ സംഭവങ്ങളൊക്കെ കുത്തി നിറച്ച് ഒരു 4 ഭീകരർ ശ്രീനഗർ ഭാഗത്തേക്ക് സഞ്ചരിക്കുന്നതായിട്ടുള്ള ഒരു വാർത്ത, ഒരു മെസ്സേജ്, ഇൻഫർമേഷൻ ഇന്റലിജൻസിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്ന് ശ്രീനഗറിലെ മൊത്തത്തിൽ അരിച്ചു പിറക്കി നല്ല രീതിയിലുള്ള സെർച്ചാണ് നടത്തിയത്. ശ്രീനഗർ ഭാഗത്ത് കംപ്ലീറ്റ് വാഹനങ്ങളെല്ലാം തടഞ്ഞു നിർത്തി പരിശോധിച്ച് അഡീഷണൽ ബറ്റാലിയൻസിനെ അവിടെ വിന്യസിച്ചിരിക്കുകയാണ്. നമ്മൾ പാകിസ്ഥാന്റെ നേവിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാർത്തയാണ്. തുർക്കി പാകിസ്ഥാന് 2ാമത്തെ വാർഷിപ്പ് പണി പൂർത്തിയാക്കി ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട്. മെൽജം കോർവെറ്റ് PNS കൈബർ എന്നാണ് ഇതിന്റെ പേര്. അപ്പോൾ ഇത് 25 നോട്ടിക്കൽ മൈൽ മുതൽ 3500 നോട്ടിക്കൽ മൈൽ വരെയുള്ള വേഗതയിൽ സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു വാർഷിപ്പാണ്. പിന്നെ ഇത് ഡീസൽ എഞ്ചിനിലാണ് പ്രവർത്തിക്കുന്നത്. അതേപോലെ ഗ്യാസ് ടർബോ ഫാൻ ആണ്. അതുപോലെ 350 mm ടോർപിഡോസ് ഇതിനകത്ത് ഇൻടാക്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ ആന്റി സബ്മറൈൻ വാർഫെയറിലും ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ആ രീതിയിൽ പിന്നെ ഒരു ഹെലിപാഡ് ഉണ്ട്, ഒരു ചെറിയൊരു ഹെലിപാഡ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വളരെ സിമ്പിളായിട്ടുള്ള ഒരു വാർഷിപ്പാണ്. അപ്പം ഇതാണ് തുർക്കി 2ാമത്തെ വാർഷിപ്പായിട്ട് ഇപ്പോൾ പാകിസ്ഥാന് ഹാൻഡ് ഓവർ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ പ്രൈസും ഡീറ്റെയിൽസും ഇതിനകത്ത് കൊടുത്തിട്ടില്ല. തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള ഒരു എമൗണ്ട് തന്നെ തുർക്കി ഈടാക്കും, അതിൽ യാതൊരു മാറ്റമില്ല. ഞാനിപ്പോൾ ഓർക്കുന്നത് ഇന്ത്യയുടെ വാർഷിപ്പ് ബിൽഡ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ തുർക്കിക്കാണ് ആദ്യം കരാർ കൊടുത്തിരുന്നത്. ആ കരാറിൽ നിന്നും ഇന്ത്യ പിന്മാറിയത് വളരെ വളരെ നല്ലതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ വാർഷിപ്പിൻ്റെ ആ ഒരു ബിൽഡിങ്ങിൻ്റെ ടെക്നിക്സും ടാക്ടിക്സും എല്ലാം തന്നെ ഇവന്മാർ ചോർത്തി കൊടുക്കും. കാരണം ഇവന്മാർ ഭീകരവാദികളാണ്. ഓട്ടോമൻ എംപററിന്റെ സാമ്രാജ്യം വീണ്ടും സ്ഥാപിക്കണം എന്ന് പറഞ്ഞിട്ട് ഖിലാഫത്ത് പ്രസ്ഥാനം സ്ഥാപിക്കാൻ വേണ്ടി നടക്കുന്ന ആൾക്കാരാണ് ഈ തയ്യബ് എർദോഗന്റെ ആൾക്കാർ. തയ്യബ് എർദോഗൻ കൃത്യമായിട്ട് നമ്മളുടെ വാർഷിപ്പുകളുടെ ബ്ലൂ പ്രിന്റ് ഒക്കെ എടുത്തുകൊണ്ട് പാകിസ്ഥാന്റെ കയ്യിൽ കൊടുക്കും എന്നുള്ളതിൽ യാതൊരു ഡൗട്ടും ഇല്ല. ജയശങ്കർ ഇന്നലെ ഡൽഹിയിൽ ഒരു യൂണിവേഴ്സിറ്റിയിൽ ഒരു സ്പീച്ച് നടത്തിയിട്ടുണ്ടായിരുന്നു. ആ സ്പീച്ചിൽ പറഞ്ഞത് യൂറോപ്യൻസിന്റെ മീറ്റിംഗ്സ് ആണ് ഇപ്പോൾ നിലവിൽ ഏറ്റവും കൂടുതൽ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രിയിൽ നടക്കുന്നത്. മാറി മാറി യൂറോപ്യൻസ് ആണ് ഏറ്റവും കൂടുതൽ ഇന്ത്യയുമായിട്ട് ചർച്ചകൾ നടത്തുന്നത്. കാര്യങ്ങളെല്ലാം വ്യക്തമാണ്. ഫ്രീ ട്രേഡ് എഗ്രിമെന്റുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതേപോലെ യൂറോപ്യൻ കമ്പനികൾക്ക് ഇന്ത്യക്കുള്ളിൽ ഒരുപാട് കമ്പനികൾക്ക് അവർക്ക് മാനുഫാക്ചറിങ് യൂണിറ്റ് ഇവിടെ സ്ഥാപിക്കാനുള്ള താല്പര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവർ ഇന്ത്യയുടെ വളർച്ചയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് അവരുടെ പൈസ കുറച്ച് ഇങ്ങോട്ട് കൊണ്ട് പാർക്ക് ചെയ്ത് അതിൽ നിന്ന് വരുമാനം നേടാനുള്ള ശ്രമം കൂടി അവർ നടത്തുന്നുണ്ട്. അപ്പോൾ ഈ സാഹചര്യത്തിൽ യൂറോപ്യൻസിനെ കൃത്യമായ രീതിയിൽ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ പെരുമാറുന്നുണ്ട്. അതിനനുസരിച്ചുള്ള ഒരു ഗുണം നമുക്ക് യൂറോപ്യൻസിന്റെ കയ്യിൽ നിന്ന് കിട്ടും എന്നുള്ള രീതിയിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ജയശങ്കർ പറഞ്ഞു വെച്ചത്. അപ്പോൾ പുള്ളിക്കാരൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞത് ഇതാണ്: ഇന്ത്യ റൈസസ് എസ് വെസ്റ്റ് സ്റ്റാഗ്നറ്റ്സ് എന്നാണ് പറഞ്ഞു വെച്ചത്. അതായത് യൂറോപ്പ് സ്ട്രക്കായി നിൽക്കുമ്പോഴും, യൂറോപ്പ് അവർക്ക് ഒരു രീതിയിലുള്ള ഗ്രോത്തും ഇല്ലാതെ ഇങ്ങനെ സ്ട്രക്കായി മുരടിച്ച് നിൽക്കുമ്പോഴും ഇന്ത്യ വാനോളം ഉയരുകയാണ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു മീനിങ്. അപ്പോൾ ഇന്ത്യയുടെ ഗ്രോത്തിനെ സൂചിപ്പിക്കുന്ന രീതിയിലാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു വെച്ചത്. അതായത് തീർച്ചയായിട്ടും ഇന്ത്യയുടെ GDP ഗ്രോത്തിനെയൊക്കെ വല്ലാത്ത രീതിയിൽ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് നമ്മളുടെ മെഷർമെന്റ് ടൂൾ ശരിയല്ല എന്നുള്ള രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റുകളൊക്കെ യൂറോപ്പ് പറഞ്ഞിരുന്ന സാഹചര്യത്തിലാണ് കൃത്യമായിട്ടുള്ള ഒരു മറുപടി ജയശങ്കർ ഈ രൂപത്തിൽ കൊടുത്തിരിക്കുന്നത്. പാകിസ്ഥാനിൽ ബലൂചിസ്ഥാന്റെ ഉള്ളിൽ അൺഐഡന്റിഫൈഡ് മൃതശരീരങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ബോഡി ആരുടേതാണ്, എവിടെ നിന്നാണ്, ഏത് സമയത്താണ് ഇവിടെ കൊണ്ടിട്ടത്, ഇതിനെക്കുറിച്ചുള്ള യാതൊരു വിവരമില്ല. ഇവര് ബലൂച്ചികളാണോ അല്ലെങ്കിൽ പാകിസ്ഥാന്റെ ആർമി ഉദ്യോഗസ്ഥരാണോ എന്ന് പോലും ഒരു പിടുത്തമില്ല. ആ രീതിയിൽ അൺഐഡന്റിഫൈഡ് ബോഡീസ് അവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ള വാർത്തയും വരുന്നുണ്ട്. അതുപോലെ ഇസ്രായേൽ ഇന്ത്യ റിലേഷൻഷിപ്പ്, അതുമായിട്ട് ബന്ധപ്പെട്ട് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിരിക്കുന്നത് ഈ ഇസ്രായേൽ ഗാസ യുദ്ധത്തിൽ, അതായത് അവർ ഹമാസുമായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ, ഇസ്രായേലിന്റെ സർവൈവലിന് വേണ്ടിയിട്ട് പൊരുതിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ആഗോളതലത്തിൽ പല രാജ്യങ്ങളും ഇസ്രായേലിനെ ക്രിട്ടിസൈസ് ചെയ്യും. അവർക്ക് ഡിഫൻസ് ഉപകരണങ്ങൾ, അതായത് ഈ അമ്യൂണിഷൻസ്, അവരുടെ പടക്കോപ്പുകൾ, ഇതേപോലത്തെ പല സാമഗ്രികളും അവർ തരില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓപ്പൺ സ്റ്റേറ്റ്മെന്റുകളൊക്കെ പറഞ്ഞ സാഹചര്യത്തിൽ പലരും ഏതാണ്ട് ആയുധങ്ങളൊക്കെ തടഞ്ഞു വെച്ചിരുന്ന സാഹചര്യങ്ങൾ പോലും ഉണ്ടായിരുന്നു. പക്ഷേ ഒരു സാഹചര്യത്തിലും ഒരു രീതിയിലുള്ള തടസ്സങ്ങളും പറയാതെ ഇസ്രായേലിന് കണ്ടിന്യൂസ് ആയിട്ട് സപ്ലൈ നടത്തിക്കൊണ്ടിരുന്നത് ഇന്ത്യയാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യ ഒരു ട്രസ്റ്റഡ് പാർട്ട്ണറാണ്, പ്രത്യേകിച്ച് ഡിഫൻസ് മേഖലയിൽ എന്നുള്ളത് എടുത്തു പറഞ്ഞിട്ടുണ്ട് ഇസ്രായേൽ. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇന്ത്യയുമായിട്ടുള്ള ബന്ധം ലോങ് സ്റ്റാൻഡിങ് റിലേഷൻഷിപ്പ് ആണെന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു വിശേഷിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ ബെഞ്ചമിൻ നെതന്യാഹു വരുന്ന 28-ാം തീയതി ട്രംപിനെ വൈറ്റ് ഹൗസിൽ വെച്ച് മീറ്റ് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രധാനമായിട്ടും പല വെസ്റ്റേൺ മീഡിയകളൊക്കെ അടിച്ചിറക്കുന്നത് ഇറാനുമായിട്ട് ബന്ധപ്പെട്ട് ഇറാനെ വീണ്ടും ആക്രമിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചർച്ച നടത്താൻ വേണ്ടിയിട്ടാണ് നെതന്യാഹു അമേരിക്കയിലേക്ക് പോകുന്നത് എന്നുള്ള
വാർത്തകളൊക്കെ വരുന്നുണ്ട്. പക്ഷേ പ്രധാനമായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഈ ഗാസയുടെ സെക്കൻഡ് ഫേസിന്റെ ഡീലുമായിട്ട് ബന്ധപ്പെട്ട് ഹമാസ് ഒരു രീതിയിലും ഡിസാമെന്റിന് തയ്യാറാകാത്ത ഒരു അവസ്ഥയിൽ ഈ ഗാസയിലേക്ക് ഇന്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സിനെ ഇറക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ആ രീതിയിലുള്ള ഈ ഹിസ്ബുള്ളയുമായിട്ട് നടക്കുന്ന ചില തർക്കങ്ങൾ, സിറിയയിൽ നിലനിൽക്കുന്ന ഗോലാൻ ഹെയ്റ്റ്സുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ ചർച്ചകൾ നടത്താനാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്. പക്ഷേ വെസ്റ്റേൺ മാധ്യമങ്ങൾ അടിച്ചിറക്കുന്നത് ഏതോ ഇറാനെ രണ്ടാമത് ആക്രമിക്കാൻ വേണ്ടിയിട്ട് പോകുന്നതായിട്ടുള്ള രീതിയിലുള്ള ചർച്ചകളൊക്കെയാണ് പൊതുവിൽ അവർ അടിച്ചിറക്കുന്നത്. ഇങ്ങനത്തെ നറേറ്റീവ്സ് ആണ് യൂറോപ്യൻ രാജ്യങ്ങൾ അടിച്ചിറക്കുന്നത്. അപ്പോൾ ഇതിൽ എന്താണ് വാസ്തവം എന്നുള്ളത് നമുക്കിപ്പോൾ പറയാൻ പറ്റത്തില്ല. കാരണം നമ്മളുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ് പ്രകാരം ഇറാൻ ആണെന്നുണ്ടെങ്കിൽ അവർ പെർ വീക്ക് ഏതാണ്ട് 3000-3500 മിസൈലുകൾ വെച്ച് നിർമ്മിക്കുന്നതായിട്ടാണ് ഇപ്പം വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ 2 മാസത്തിന്റെ കൗണ്ട് ആയിരിക്കാം ഒരു 3000 മിസൈൽ ഇറാൻ നിർമ്മിക്കുന്നത്. പക്ഷേ ഇസ്രായേൽ പെട്ടെന്ന് ഇനി ഇറാനെ ചെന്ന് ആക്രമിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കൃത്യമായിട്ട് അമേരിക്കയുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഒരുപക്ഷെ അത് നടക്കുമായിരിക്കാം. അല്ലാത്ത പക്ഷത്തിൽ ഇസ്രായേൽ ഇൻഡിവിജ്വലായിട്ട് പോയി അറ്റാക്ക് നടത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇനി ആരോ 2വിനെയും മറികടക്കുന്ന രീതിയിലുള്ള നല്ലൊരു എയർ ഡിഫൻസ് സിസ്റ്റം കൃത്യമായിട്ട് ബിൽഡ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ട് മാത്രമേ ഇസ്രായേൽ പോവുകയുള്ളൂ. അല്ലെങ്കിൽ അവരുടെ എയർ ഡിഫൻസ് സിസ്റ്റം കൂടുതൽ വർദ്ധിപ്പിക്കും. അങ്ങനെ കൃത്യമായിട്ട്, അതായത് ഇറാന്റെ മിസൈലുകൾക്ക് ഒരിക്കൽ കൂടി ഇസ്രായേലിന്റെ എയർ സ്പേസിനെ മറികടക്കാൻ പറ്റാത്ത രീതിയിലുള്ള ബാരിയർ റെഡിയാക്കിയിട്ടേ ഇസ്രായേലിനെ അങ്ങോട്ട് പോകൂ എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഇസ്രായേലിന്റെ എല്ലാ അറ്റാക്കുകളും അങ്ങനെ തന്നെയാണ്. അവരൊരു ആക്രമണത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളും, അതിനെ റെക്ടിഫൈ ചെയ്യും, വീണ്ടും ആക്രമണം നടത്തും. അങ്ങനെ തന്നെയാണ് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളത്. അപ്പോൾ ആ സാഹചര്യത്തിൽ ഇറാനെ ആക്രമിച്ച സമയങ്ങളിൽ ഇറാന്റെ ഉള്ളിൽ നിന്നും ഇസ്രായേലിന്റെ ഉള്ളിലേക്ക് അയച്ച മിസൈലുകളിൽ വളരെ കുറഞ്ഞ എണ്ണത്തിലാണെങ്കിലും അത് അവരുടെ എയർ സ്പേസ് ബ്രീച്ച് ചെയ്ത് ഇസ്രായേലിന്റെ ഉള്ളിൽ പതിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇസ്രായേൽ എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു രാജ്യത്തിന് വലിയ രീതിയിലുള്ള നഷ്ടമാണ് അത് ഉണ്ടാക്കുന്നത്. ഒരു യൂണിവേഴ്സിറ്റിയുടെ, ഒരു റിസർച്ച് യൂണിവേഴ്സിറ്റിയുടെ മേളിലൊക്കെ മിസൈൽ വന്ന് പതിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഉണ്ടായതിൽ ഏറ്റവും വലിയൊരു ലോസ്. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇറാനെ വീണ്ടും പോയി അറ്റാക്ക് ചെയ്യില്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം. എനിവേ, തീർച്ചയായിട്ടും അവിടുത്തെ ന്യൂക്ലിയർ സ്പോട്ടുകൾ അവർ റീബിൽഡ് ചെയ്യുന്നെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഡിസ്കഷൻസ് നടക്കും. ഇറാന്റെ മേളിൽ സമ്മർദ്ദം ഇടാൻ വേണ്ടിയിട്ട് നെതന്യാഹു തീർച്ചയായിട്ടും ശ്രമിക്കും. അതിലുപരിയായിട്ട് ഒരു ആക്രമണം ഉടനെ നടക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് നമുക്ക് വിലയിരുത്താനായിട്ടില്ല ഇതുവരെ. പിന്നെ അഫ്ഗാനിസ്ഥാന്റെ ഹെൽത്ത് മിനിസ്റ്റർ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. 4 ദിവസത്തെ സന്ദർശനമായിരുന്നു. 4 ദിവസം ഇന്ത്യക്കുള്ളിൽ ഉണ്ടായിരുന്നു. പലതരത്തിലുള്ള ഡീലിങ്സിനെ കുറിച്ചൊക്കെ സംസാരിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും ഹെൽത്ത് സെക്ടറിൽ വാക്സിനേഷൻസ്, മെഡിസിൻസ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട സപ്ലൈയെ കുറിച്ചൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അഫ്ഗാനിസ്ഥാന് ഇന്ത്യയുടെ ലോങ് സ്റ്റാൻഡിങ് സപ്പോർട്ട് വേണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഹെൽത്ത് സെക്ടറിൽ, ഈ ആരോഗ്യ മേഖലയിൽ തീർച്ചയായിട്ടും ഇന്ത്യയുടെ സപ്പോർട്ട് വളരെ വളരെ അനിവാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ലോങ് സ്റ്റാൻഡിങ് റിലേഷൻഷിപ്പ്, പുതിയ രീതിയിലുള്ള കരാറുകളും എഗ്രിമെന്റുകളൊക്കെ, ബോണ്ടൊക്കെ അഫ്ഗാനിസ്ഥാനുമായിട്ട് ഈ ഹെൽത്ത് സെക്ടറിൽ സൈൻ ചെയ്യാൻ ഇന്ത്യ മുന്നോട്ട് വരണം എന്നൊക്കെയാണ് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ അവർ ഹോമിയോപ്പതി, ആയുർവേദ, യുനാനി, ഇങ്ങനത്തെ പല മെഡിസിൻ ശാഖകളൊക്കെ ഉണ്ടല്ലോ, ഈ ബ്രാഞ്ചുകളൊക്കെ അഫ്ഗാനിസ്ഥാനിലേക്കും കൊണ്ടുവരണമെന്നാണ് അവർ അഭിപ്രായപ്പെടുന്നത്. അപ്പോൾ ഇതിൽ പലതും കാലഹരണപ്പെട്ടതാണ്. അതിൽ ഹോമിയോപ്പതി അതേപോലത്തെ മേഖലകളൊക്കെ ഇതിനകത്തുണ്ട്. പല ഹോമിയോ ഡോക്ടേഴ്സും അവർ ബ്രിഡ്ജ് കോഴ്സ് ചെയ്ത് MBBS മാറുന്ന സാഹചര്യമാണ് ഇപ്പം നിലനിൽക്കുന്നത്. അപ്പം അങ്ങനത്തെ കാലഹരണപ്പെട്ട മെഡിസിൻസ് ഒക്കെ നമ്മൾ മറ്റൊരു രാജ്യത്തേക്ക് കൊണ്ട് പതിപ്പിക്കേണ്ടതില്ല. ഇന്ത്യയിൽ ലീഗലായിട്ട് നടപ്പിലാക്കുന്ന എല്ലാ ഹെൽത്ത് കെയർ മേഖലകളും അഫ്ഗാനിസ്ഥാനിലോട്ട് എക്സ്പാൻഷൻ ചെയ്യണമെന്ന് തന്നെയാണ് പുള്ളിക്കാരൻ റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ബാക്കി ഇന്ത്യൻ ഗവൺമെന്റ് തീരുമാനിക്കും. അപ്പോൾ എന്തായാലും പുള്ളിക്കാരൻ്റെ വരവ് വെറുതെ ആയില്ല. ഇന്ത്യ കുറെ പ്രോമിസ് കൊടുത്തിട്ടുണ്ട്. അതിൽ പ്രത്യേകിച്ച് ഹെൽത്ത് കെയർ സെക്ടറിൽ നിർണായകമായിട്ടുള്ള പല ഫെസിലിറ്റികളും, ഈ മെഡിക്കൽ ടെക്നിക്കൽ സൈഡിലുള്ള പല ഫെസിലിറ്റികളും അഫ്ഗാനിസ്ഥാനിന് കൊടുക്കാൻ ഇന്ത്യ തയ്യാറായിട്ടുണ്ട്. അതിൽ CT സ്കാൻ, MRI സ്കാൻ, അതുപോലെ തന്നെ വാക്സിൻസ്, പിന്നെ ഫാർമസ്യൂട്ടിക്കൽ മെഡിസിൻസ്, ഇതൊക്കെ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യ ടാർഗറ്റ് ചെയ്യുന്നത്. കാരണം ഈ ഫാർമസ്യൂട്ടിക്കൽ എന്ന് പറയുന്നത് ഇന്ത്യ അറിയാലോ, ഇന്ത്യ ഒരു വേൾഡ് ഫാർമസി എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അഫ്ഗാനിസ്ഥാൻ ഇനിയൊരു ട്രേഡ് മേഖലയും കൂടിയാണ്. ഇന്ത്യ ഇത്രയും കാലം അഫ്ഗാനിസ്ഥാന് ഒരു സഹായം എന്നുള്ള നിലയിൽ പല ലൈഫ് സേവിങ് മെഡിസിൻസും ഫ്രീ ആയിട്ട് കൊടുത്തിരുന്നു എങ്കിൽ ആ ഒരു ഫ്രീ പാക്കേജ് അവിടെ നിലനിൽക്കുമ്പോൾ തന്നെ അതേസമയം പാരലലായിട്ട് ഒരു ട്രേഡ്, മെഡിക്കൽ, അതായത് ഫാർമസ്യൂട്ടിക്കൽ മേഖലയിൽ ഒരു വ്യാപാരത്തിനുള്ള സാധ്യതയും കൂടി ഇന്ത്യ ഇപ്പോൾ ഓപ്പൺ ആക്കുന്നുണ്ട് അഫ്ഗാനിസ്ഥാനിൽ. അതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇന്ത്യയിലുള്ള പ്രൈവറ്റ് കമ്പനികൾ, CT സ്കാനിങ് സെന്റർ, MRI സ്കാനിങ് സെന്റർ, ഇതേപോലത്തെ ലബോറട്ടറികൾ, ഇതെല്ലാം തന്നെ ഇന്ത്യയിലുള്ള കമ്പനികൾക്ക് ഇനി അഫ്ഗാനിസ്ഥാനിൽ പോയിട്ട് അവർക്ക് ബ്രാഞ്ച് ഓപ്പൺ ചെയ്യാം. അപ്പോൾ അവിടുന്ന് തീർച്ചയായിട്ടും, അവിടെ ഫ്രീ സർവീസ് അല്ല, അവിടെ തീർച്ചയായിട്ടും പ്രൈവറ്റ് കമ്പനികൾ പോകുമ്പോഴത്തേക്കും പണം ഈടാക്കിക്കൊണ്ട് തന്നെയാണ് ഈ സർവീസുകളൊക്കെ അവിടെ കൊടുക്കാൻ തുടങ്ങുക. ഈ മാതൃകയിൽ ഒരു ബിസിനസ് എക്സ്പാൻഷനും കൂടി നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും കുറേ നിർണായകമായിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.